എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. 2024 ആദ്യത്തെ സെറ്റ് പരീക്ഷ കഴിഞ്ഞു. അവസാനത്തെ സെറ്റ് പരീക്ഷ 2024 ജൂലൈ 24 മുതലാണ് ആരംഭിക്കുന്നത്. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2024 ജനുവരി മാസത്തിൽ നടന്ന സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ ആൻസർ കീ ചലഞ്ച് ആണ്. അതായത് LBSന്റെ സൈറ്റിൽ വന്നിട്ടുള്ള ഒഫീഷ്യൽ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 2024 ജാനുവരി 21 സെറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ടോസ് അക്കാഡമി നമ്മുടെ ടെന്റേറ്റീവ് ആൻസർ കീ ജനറൽ പേപ്പറിന് പബ്ലിഷ് ചെയ്തിരുന്നു. പിറ്റേന്ന് ഉച്ച ആയപ്പോഴേക്കും LBSന്റെ ഒഫീഷ്യൽ കീ വന്നു. ആൻസേഴ്സ് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏഴോളം ചോദ്യങ്ങളിലെ വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തുകയാണ് എങ്ങനെയാണ് മാറ്റങ്ങൾ എന്ന്. തീർച്ചയായിട്ടും ടെന്റേറ്റീവ് ആൻസർ കീയിൽ നിന്നും ഒഫീഷ്യൽ കീയിൽ ചേഞ്ചസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ കീയിൽ ഉത്തരങ്ങൾ തെറ്റായിട്ട് വരുന്നതും നമ്മൾ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശരിയായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരുപാട് തവണ ഇങ്ങനെയുള്ള പ്രവണതകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് നമ്മളുടെ ഉത്തരങ്ങൾ പരിശോധിച്ചിട്ട് അത്തരത്തിൽ മാറ്റം വന്നതിൽ 100% നമുക്ക് ആൻസർ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അതായത് LBSന്റെ സൈഡിലെ ആൻസർ അല്ല, ടോസ് അക്കാഡമി തന്നിരിക്കുന്ന ആൻസേഴ്സ് ആണ് ശരിയെന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ മാത്രമല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ചില ചോദ്യങ്ങൾ തെറ്റാണെന്ന്. ചാലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്കറിയാം, പെയ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് വരുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രൂഫോട് കൂടി ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒതന്റിക് ആയിട്ടുള്ള സൈറ്റുകൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കോട്ട് ചെയ്ത് അതിന്റെ കോപ്പിയൊക്കെ വെച്ച് നിങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടേ കാര്യം ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% ഉറപ്പോടുകൂടി ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസർച്ച് ടൂൾ? ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേർഷൻ A ആണ്, ബുക്ക്ലെറ്റ്. അതിൽ 7ാമത്തെ ചോദ്യമാണ്. വേർഷൻ Bയിൽ വ്യത്യാസം ഉണ്ടാകും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസർച്ച് ടൂളിൽ LBS തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജിയുടെ ഏത് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും റിസർച്ച് ടൂൾസിലെ ക്വസ്റ്റ്യനെയർ സർവേ ഒക്കെയാണ് എടുത്തു പറയുന്ന ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിരുന്നതും ഇതാണ്. ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ തന്നിരിക്കുന്ന റിസർച്ച് മെത്തഡോളജിയുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ജനറൽ പേപ്പറിന്റെ ഗ്രൂപ്പിൽ ഇതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിനകത്ത് കാണും ഈ സർവേ എന്ന് പറയുന്നത് റിസർച്ച് ടൂളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോട്ട് ചെയ്ത് ചലഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ കാണിച്ചില്ല എങ്കിലും അജന്ത എല്ലോറ കർവിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഓപ്ഷൻ C ചാളൂക്യാണ് റൈറ്റ് ആൻസർ ആയിട്ട് തന്നിരുന്നത്. ഓപ്ഷൻ A വേണമെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രൂഫ് എന്ന് പറയാൻ NCERT ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. എങ്കിലും അത്ര ഉറപ്പോടുകൂടി നമ്മൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഈ കൾച്ചർ ടേംസ് വാല്യൂ റിലേറ്റഡ് ടേംസിനൊക്കെ ചില ചോദ്യങ്ങൾ, അതായത് വേർഷൻ Aയിലെ 25ാമത്തെ ക്വസ്റ്റ്യനും വേർഷൻ Bയിലെ വേർഷൻ Aയിൽ തന്നെ 29ാമത്തെ ക്വസ്റ്റ്യനും വേർഷൻ Aയിലെ 25ഉം 29ഉം മാറി വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതും വേണമെങ്കിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് അത്ര ഈസി അല്ല ചലഞ്ച് ചെയ്യാനായിട്ട്. കാരണം കൃത്യം ഒരു പ്രൂഫ് എവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. എങ്കിലും 100% മാറി വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസർച്ച് ടൂൾ? അതുകൊണ്ടാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഒരു ബുക്ക് വെച്ചിട്ടൊരു പ്രൂഫിന് കൊടുക്കാൻ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പോൾ ടോസ് അക്കാഡമിയിൽ നിന്ന് ഈ ചോദ്യം ചലഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്യാം. ആരെങ്കിലും ഇനി ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം കൂടി ചെയ്യുക. ആർക്കെങ്കിലും ഇത്തവണ സെറ്റ് കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. 100% ഉറപ്പാണ്. നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റുമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.